കേരളത്തിലെ 20 പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിൽ വളരെയേറെ ശ്രദ്ധ ഇതിനോടകം പിടിച്ചുപറ്റിയ ഒരു നിയോജക മണ്ഡലമാണ് തൃശൂർ മണ്ഡലം. അതിന്റെ പ്രത്യേകമായ കാരണം BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണി വളരെയേറെ ആ മണ്ഡലത്തിൽ പ്രതീക്ഷ വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് അവരുടെ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളിൽ ഒരാളായ കഴിഞ്ഞ പ്രാവശ്യം അവിടെ മത്സരിച്ച് നല്ല ഒരു അളവിൽ വോട്ട് നേടിയ ഒരു സിനിമാ താരമായ സുരേഷ് ഗോപിയെ വീണ്ടും അവർ രംഗത്തിറക്കിയിരിക്കുന്നത്. 2019 നടന്ന തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 39% വോട്ട് നേടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായ ശ്രീ TN പ്രതാപൻ അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോഴും BJPയുടെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിച്ച ബഹുമാന്യനായ സുരേഷ് ഗോപി 30% വോട്ടുകൾ അവിടെ നിന്ന് നേടി 3ാം സ്ഥാനത്താണെങ്കിലും ഒരു വലിയ സ്വാധീനം തെളിയിച്ചു കഴിഞ്ഞതാണ്. അന്ന് 2ാം സ്ഥാനത്തെത്തിയ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പിൽ പുതിയ ഒരാളെയാണ് അവർ രംഗത്തിറക്കിയിരിക്കുന്നത്. അത് മറ്റാരുമല്ല, കേരളത്തിന്റെ 1ാം പിണറായി സർക്കാരിൽ കൃഷി വകുപ്പിന്റെ മന്ത്രിയായിരുന്ന തൃശൂർ സ്വദേശി കൂടിയായ PS സുനിൽകുമാറിനെയാണ്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് പല കാരണങ്ങളാൽ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നു. ഒരു പ്രധാന കാരണം 3 സ്ഥാനാർത്ഥികളും വളരെയേറെ സ്വാധീനമുള്ളവരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി UDFന്റെ പ്രതിനിധിയായി അവിടെ മത്സരിക്കുന്നത് കോൺഗ്രസിലെ ട്രബിൾ ഷൂട്ടർ എന്നറിയപ്പെടുന്ന ശ്രീമാൻ K മുരളീധരനാണ്. ശ്രീ K മുരളീധരൻ കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ 2019 തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച നിലവിലുള്ള പാർലമെന്റ് അംഗമാണ്. അദ്ദേഹത്തെ ബോധപൂർവമാണ് വടകരയിൽ നിന്ന് മാറ്റി തൃശൂർ മത്സരിപ്പിക്കുന്നത്. തൃശൂർ അദ്ദേഹത്തിന്റെ ജന്മദേശമാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ അദ്ദേഹത്തിന്റെ പിതാവായ ലീഡർ K കരുണാകരൻ അദ്ദേഹത്തിന്റെ തറവാടും കുടുംബവും എല്ലാം ഉൾപ്പെടുന്ന പ്രദേശമാണ്. അതുകൊണ്ട് K മുരളീധരനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം തൃശ്ശൂരിന്റെ എല്ലാ അംശങ്ങളെയും ഉൾക്കൊള്ളുന്ന, തൃശ്ശൂരിന്റെ എല്ലാ സ്പന്ദനങ്ങളും നന്നായി അറിയാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. മാത്രവുമല്ല, എവിടെ പ്രതിസന്ധി ഉണ്ടായാലും അവിടെ ഓടിയെത്തി തെരഞ്ഞെടുപ്പിൽ സംബന്ധിക്കുവാൻ യാതൊരു മടിയുമില്ലാത്ത ആളുമാണ്. അങ്ങനെ അദ്ദേഹം പല മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിയിച്ച് തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ പാരമ്പര്യവും ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. ഒരു ഭാഗത്ത് NDA മുന്നണി ശ്രീ സുരേഷ് ഗോപിയെ ഉപയോഗിച്ചുകൊണ്ട് ആ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് ശക്തനായ ശ്രീ K മുരളീധരനെ UDFന്റെ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കളത്തിൽ ഇറക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ CPIക്ക് എപ്പോഴും സ്വാധീനമുള്ള ഒരു മണ്ഡലം എന്നറിയപ്പെടുന്ന തൃശൂർ മണ്ഡലത്തിൽ ഒരു മുൻ മന്ത്രിയെ തന്നെ കളത്തിലിറക്കിയിരിക്കുന്നു. തൃശൂർ മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ പ്രബലരായ പലരെയും തോൽപ്പിക്കുകയും ജയിപ്പിക്കുകയും ചെയ്ത മണ്ഡലമാണ്. വളരെ പുറകോട്ട് പോയി ആലോചിക്കുമ്പോൾ ശ്രീമാൻ ജോസഫ് മുണ്ടശ്ശേരി, ശ്രീ K കരുണാകരൻ തുടങ്ങിയവർ പരാജയപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അന്ന് CPIയിലെ VV രാഘവനാണ് അവിടെ വിജയിച്ച് കരുണാകരനെ പോലും പരാജയപ്പെടുത്തി മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തൃശ്ശൂരിലെ മത്സരത്തിന്റെ ഫലം പ്രവചനാതീതമാണ്. പ്രത്യേകിച്ച് ഇപ്രാവശ്യം എല്ലാ ആയുധങ്ങളും എടുത്ത് പ്രയോഗിച്ച് വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന BJP സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇതിനോടകം തന്നെ മുൻപൊരിക്കലും ആ മണ്ഡലത്തിൽ ഉണ്ടാകാത്ത വിധം ഇന്ത്യയുടെ പ്രധാനമന്ത്രി 3 പ്രാവശ്യം സന്ദർശിച്ച് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചിരിക്കുകയാണ്. കാടിളക്കിയുള്ള റോഡ് ഷോയും പ്രചരണവും ആവർത്തിച്ച് നടത്തി എന്ത് വില കൊടുത്തും ശ്രീമാൻ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം നല്ല ഒരു മത്സരം കാഴ്ചവെക്കുക തന്നെയാണ് അവരുടെ പ്രവർത്തനത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. LDF-ന്റെ പ്രതിനിധിയായ VS സുനിൽകുമാറും LDF-ന്റെ മുഴുവൻ പിന്തുണയോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം വളരെ ജനപ്രിയനാണ്. ജനങ്ങളോടൊപ്പം നിന്ന് എപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവമുള്ളയാളാണ്. അധികാരത്തിന്റെ ധാർഷ്ട്യമോ ഹുങ്കോ കാട്ടിയിട്ടില്ലാത്ത ഒരു സാധാരണ പ്രതിനിധിയാണ്. ജനകീയനാണ് എന്ന വിശേഷണമൊക്കെ ഉണ്ട്. മാത്രവുമല്ല, ഒന്നാം പിണറായി സർക്കാരിൽ കൃഷിമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിനെതിരായി വലിയ ആരോപണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കെ മുരളീധരന്റെ തൃശ്ശൂരെ സാന്നിധ്യം അവിടെയുള്ള ജനങ്ങളെ നന്നായി ബാധിച്ചിട്ടുണ്ട്. അവരത് പൂർണ്ണമായി ഉൾക്കൊണ്ടിരിക്കുന്നു എന്നതുമാണ് വിലയിരുത്തപ്പെടുന്നത്. തൃശ്ശൂരിന്റെ പൊതുവെയുള്ള ഒരു സാമുദായിക രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ അവിടുത്തെ വളരെ നിർണായകമായ ഒരു ഘടകമാണ് ക്രൈസ്തവ സമൂഹം. എല്ലാ കാലത്തും ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പിന്നിൽ അണിനിരന്ന് അവിടുത്തെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച ഒരു പാരമ്പര്യമുണ്ട്. ഇപ്രാവശ്യവും ക്രൈസ്തവ സമുദായത്തെക്കുറിച്ച് ആ തരത്തിലുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് UDF വെച്ച് പുലർത്തുന്നത്. ദേശീയ പ്രശ്നങ്ങളിലൊക്കെയുള്ള ക്രൈസ്തവ സമൂഹത്തിനുള്ള ആകാംക്ഷയും ഇവിടെ പ്രതിഫലിക്കുമെന്നാണ് വിചാരിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് മണിപ്പൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ ക്രൈസ്തവർക്കെതിരായിട്ടുണ്ടായ വലിയ വലിയ ആക്രമണങ്ങളും അല്ലെങ്കിൽ വലിയ വലിയ ദേവാലയ നശിപ്പിക്കലുകളുമൊക്കെ ക്രൈസ്തവ സമുദായത്തിന് വളരെയേറെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിൽ വലിയ ഭിന്നതയൊന്നുമില്ല. താരതമ്യേന ഉയർന്ന വിഭാഗത്തിലുള്ള ക്രൈസ്തവർ ഉൾപ്പെടുന്ന റോമൻ കത്തോലിക്ക സഭ, സിറോ മലബാർ സഭ അവിടെ ഒരു നിർണായക ശക്തിയാണ്. അതുപോലെ തന്നെ ന്യൂനപക്ഷ സമൂഹങ്ങൾ, മറ്റ് സമുദായങ്ങളും ഏകോപനത്തോടു കൂടിയാണ് തൃശ്ശൂർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമുദായത്തിലും നിർണായകമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. അവരുടെ ഭാഗത്തും നിലവിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ചില നടപടികളോട് കടുത്ത വിയോജിപ്പുണ്ട്. യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ നിയമം, അതുപോലെ പൗരത്വ ഭേദഗതി നിയമം, ഇത്തരം കാര്യങ്ങളിലൊക്കെ മുസ്ലിം സമുദായത്തിൽ ചില മുറിവുകൾ ഏറ്റിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനെയെല്ലാം അതിജീവിക്കുന്ന ഒരു പ്രചാരണ ശൈലിയാണ് BJP നേതൃത്വം കൊടുക്കുന്ന NDA നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്ന ഹൈന്ദവ സമൂഹമാണ്. ഏതാണ്ട് 51% ഹൈന്ദവർ ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. എന്നിരുന്നാലും ആ 51% ഹൈന്ദവ സമൂഹത്തിലും സ്വാഭാവികമായി 3 മുന്നണിയെയും സഹായിക്കുന്ന ആളുകളുണ്ട് എന്നതും നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ നേരത്തെയൊക്കെ ഇതുപോലെയുള്ള ചർച്ചകളിലും ഇതുപോലെയുള്ള മറ്റ് പ്രസിദ്ധീകരണങ്ങളിലുമൊക്കെ നാം കാണുന്നത് പോലെ BJP വളരെ അഭിമാന പ്രശ്നമായി കണക്കിലെടുത്തിരിക്കുന്ന അപൂർവം ചില മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ എന്ന് നാം കാണേണ്ടതുണ്ട്. തൃശ്ശൂര്, തിരുവനന്തപുരം, പത്തനംതിട്ട തുടങ്ങിയ മണ്ഡലങ്ങളൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് BJP കണ്ടുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിലെയൊക്കെ സ്ഥിതി ഏതാണ്ട് വളരെ ദയനീയമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതവിടെ ഇരിക്കട്ടെ. ഏതായാലും തൃശ്ശൂരിന്റെ വിജയം വളരെ വളരെ കൗതുകമുണ്ടാക്കുന്നതാണ്, ജിജ്ഞാസ ഉണ്ടാക്കുന്നതാണ്, ആകാംക്ഷ ഉണ്ടാക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് സർവേകളിലൊക്കെ ഏത് നിമിഷവും അവിടുത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടാം ഫലം എന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. BJP അവരുടെ അക്കൗണ്ട് തുറക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഭഗീരഥ പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമായി അവർ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. പ്രധാനമന്ത്രി വന്ന് ജനങ്ങളെ ഉത്ബോധിപ്പിച്ച് വാഗ്ദാനങ്ങൾ നൽകി അവരെ പ്രലോഭിപ്പിക്കാനാവുന്നത്ര ശ്രമിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ
ശ്രീ സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ കേന്ദ്രത്തിൽ അദ്ദേഹം ഒരു മന്ത്രിയാകും എന്നുവരെയുള്ള പ്രചാരണം അഴിച്ചുവിട്ടിട്ടുണ്ട്. അതൊക്കെ പക്ഷേ പ്രബുദ്ധരായ തൃശ്ശൂരെ വോട്ടർമാരെ ഏതു തരത്തിൽ സ്വാധീനിക്കുമെന്ന് ജൂൺ 4 വരെ നാം കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. പ്രചരണം ശക്തമായിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷ വയ്ക്കുന്നു. ഐക്യ ജനാധിപത്യ മുന്നണി നിലവിലുള്ള അവരുടെ സീറ്റ് എന്ന രീതിയിൽ അത് നിലനിർത്താനായി എല്ലാ പ്രയത്നങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. അക്കൗണ്ട് തുറക്കുക എന്ന വാശിയോടുകൂടെ ഭാരതീയ ജനതാ പാർട്ടിയും അതിഗൗരവമായി തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. അതുകൊണ്ട് തൃശ്ശൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വളരെയേറെ ദേശീയ പ്രാധാന്യം വരെ ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ വളരെയേറെ പ്രതീക്ഷയോടുകൂടെ നോക്കിക്കാണുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് തൃശ്ശൂർ ഉണ്ടാകാൻ പോകുന്നത്. തിരുവനന്തപുരവും തൃശ്ശൂരും BJPയെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് രണ്ടിടത്തെയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചൂട് ഓരോ നിമിഷം കഴിയുന്തോറും വർദ്ധിച്ചു വരികയാണ്. തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമാണ്. ആര് മുൻകൈയെടുക്കും എന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ തിരുവനന്തപുരത്തെ കഴിഞ്ഞ പ്രാവശ്യം 2ാം സ്ഥാനത്തായ BJP 1ാം സ്ഥാനത്തേക്ക് വരുന്നതിനും തൃശ്ശൂരിൽ കഴിഞ്ഞ പ്രാവശ്യം മുൻപൊരിക്കലും ഉണ്ടാകാത്ത വിധം 30% വോട്ട് നേടിയ സുരേഷ് ഗോപി തന്നെ വീണ്ടും രംഗത്ത് വിജയിയായി വരുന്നതിനുമൊക്കെയുള്ള കണക്കുകൂട്ടലുകളും ശ്രമങ്ങളും ഒക്കെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്.